ഇനി മലപ്പുറത്തെ +1 സീറ്റ് പ്രതിസന്ധിയിലേക്ക് പോയാൽ ഈ വിഷയത്തിൽ MSFന്റെ പ്രതിഷേധം ശക്തമാവുകയാണ്. ഹയർ സെക്കൻഡറി മലപ്പുറം മേഖല ഉപഡയറക്ടറുടെ ഓഫീസ് പൂട്ടിയിട്ട് MSF പ്രവർത്തകർ ഉപരോധിച്ചു. ജില്ലാ സെക്രട്ടറി വഹാബ് ഉൾപ്പെടെയുള്ള പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കുകയായിരുന്നു. രമ്യാദാസ് ഉണ്ട് വിവരങ്ങളുമായി. രമ്യ, മലപ്പുറം ഹയർ സെക്കൻഡറി മലപ്പുറം മേഖല ഉപഡയറക്ടറുടെ ഓഫീസ് പൂട്ടിയിട്ട് MSF പ്രവർത്തകർ ഉപരോധിക്കുന്ന ദൃശ്യങ്ങൾ, കാഴ്ചകൾ കുറച്ച് മുൻപ് നടത്തിയ ഉപരോധത്തിന്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടത്. രമ്യാദാസിന്റെ വിവരങ്ങളുമായി. രമ്യ, ഈ മലപ്പുറത്തെ സീറ്റ് പ്രതിസന്ധി അത് കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി ഉന്നയിക്കപ്പെടുന്ന ഒരു കാര്യമാണ്. ഇന്നലെയും മലപ്പുറത്തെ അലോട്ട്മെന്റ് പൂർത്തിയായപ്പോൾ 30,000-30,000-ഓളം വിദ്യാർത്ഥികൾക്ക് അവസരം ലഭിക്കാത്തൊരു സാഹചര്യമുണ്ടായിരുന്നു. ഈ വിഷയത്തിൽ MSF കടുത്ത പ്രതിഷേധത്തിലാണ്. KSUവിന്റെ പ്രതിഷേധ മാർച്ച് കഴിഞ്ഞ കുറച്ച് ദിവസമായി നടക്കുന്നു. ഈ ഒരു വിഷയത്തെ എങ്ങനെ പരിഹരിക്കാനാണ് സർക്കാരിന്റെ നീക്കം? എന്തെങ്കിലും തരത്തിലുള്ള ചർച്ചകൾ ഇതുമായി ബന്ധപ്പെട്ട് തുടങ്ങിയിട്ടുണ്ടോ? വിവരങ്ങൾ കഴിഞ്ഞ ഒരു പതിറ്റാണ്ടായിട്ട് +1 സീറ്റ് വിഷയവുമായി മലപ്പുറത്ത് +1 സീറ്റ് വിഷയവുമായി ബന്ധപ്പെട്ട് ഇത്തരം പ്രതിഷേധങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ വർഷവും +1 പ്രതിസന്ധി മലപ്പുറത്ത് രൂക്ഷമാണ്. ഈ ഒരു അവസരത്തിലാണ് MSF, KSU ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ സംഘടനകൾ പ്രതിഷേധം ശക്തമാക്കുന്നത്. ഇന്ന് കാലത്ത് KSUവിന്റെയും MSFന്റെയും നേതൃത്വത്തിൽ പ്രതിഷേധങ്ങൾ ഉണ്ടായിരുന്നു. ആദ്യം ഉണ്ടായത് RDD ഓഫീസ് ഉപരോധമായിരുന്നു. MSFന്റെ നേതൃത്വത്തിൽ ഹയർ സെക്കൻഡറി ഉപഡയറക്ടറുടെ ഓഫീസ് ഉപരോധിച്ചു. ഓഫീസ് പുറത്തുനിന്ന് പൂട്ടിക്കൊണ്ടാണ് പ്രവർത്തകർ ഉപരോധം നടത്തിയത്. തുടർന്ന് ഇവരെ ഇവിടുന്ന് പോലീസ് ബലപ്രയോഗത്തിൽ നീക്കം ചെയ്തു. തുടർന്ന് KSUവിന്റെ പ്രതിഷേധവും ഇന്ന് ഉണ്ടായി. അതായത് KSU പ്രവർത്തകർ വിദ്യാഭ്യാസ ഉപഡയറക്ടറുടെ ഓഫീസ് കാര്യാലയത്തിലേക്ക് മതിൽ ചാടിക്കടന്ന് പ്രവർത്തകർ എത്തുകയും ഓഫീസിലേക്ക് തള്ളിക്കയറാൻ ശ്രമിക്കുകയാണ് ഉണ്ടായത്. തുടർന്ന് ഇവരെയും പോലീസ് ബലപ്രയോഗത്തിൽ നീക്കം ചെയ്യുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. ഇത് വരും ദിവസങ്ങളിലും ഇത്തരം +1 സീറ്റിൽ പരിഹാരം കണ്ടില്ലെങ്കിൽ വരും ദിവസങ്ങളിലും പ്രതിഷേധം ശക്തമാക്കുമെന്ന് തന്നെയാണ് പ്രവർത്തകർ അറിയിക്കുന്നത്. +1 പ്രവേശനത്തിലെ 3ാം അലോട്ട്മെന്റ് കഴിഞ്ഞപ്പോൾ മലപ്പുറം ജില്ലയിൽ അപേക്ഷ നൽകിയ 32,366 കുട്ടികൾക്ക് സീറ്റില്ല എന്നൊരു വിഷയം നിലനിൽക്കുന്നുണ്ട്. ഇനി 44 മെറിറ്റ് സീറ്റുകൾ മാത്രമാണ് മലപ്പുറം ജില്ലയിൽ ഒഴിവുള്ളത്. ബാക്കി വിദ്യാർത്ഥികൾ പണം നൽകി പഠിക്കേണ്ടി വരും. എങ്കിലും മലപ്പുറം ജില്ലയിൽ ആകെ അപേക്ഷിച്ചത് 82,446 വിദ്യാർത്ഥികളാണ് +1 പ്രവേശനത്തിന് അപേക്ഷ നൽകിയിരുന്നത്. ഇതിൽ ഇനി 50,086 മെറിറ്റ് സീറ്റുകളാണുള്ളത്. ഇതിൽ 50,306 സീറ്റുകൾ വിദ്യാർത്ഥികൾ അഡ്മിഷൻ എടുത്തു കഴിഞ്ഞിട്ടുണ്ട്. അതായത് ഇനി വെറും ബാക്കിയുള്ളത് 44 സീറ്റുകൾ മാത്രമാണ് എന്നുള്ളതാണ് ഏറ്റവും ദുഷ്കരമായ കാര്യം. അതായത് +1 പ്രവേശനം നല്ല രീതിയിൽ എല്ലാ വിഷയത്തിലും A+ അത് തന്നെയാണ് രമ്യ ഈ പറഞ്ഞു വരുന്നത്. അത് തന്നെയാണ് കാരണം ഈ ഇന്നലെയും അലോട്ട്മെന്റ് പൂർത്തിയായപ്പോൾ 30,000 കുട്ടികൾക്ക് സീറ്റ് കിട്ടാത്തൊരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. MSF പ്രതിഷേധം നടക്കുന്നു, KSU പ്രതിഷേധം നടക്കുന്നു. ഇവരെല്ലാം തങ്ങളുടെ പ്രതിഷേധം ബന്ധപ്പെട്ട അധികാരികളെ ഓഫീസ് പൂട്ടിയിട്ടും ഉപരോധിച്ചും ഒക്കെ അറിയിക്കുന്നുണ്ട്. പക്ഷേ ഇതിനൊരു ശാശ്വത പരിഹാരം ഉണ്ടാകുന്നില്ല. പ്രതികരിക്കേണ്ടവർ പ്രതികരിക്കുന്നില്ല എന്നുള്ളതാണ് ഈ നമ്മുടെ മുന്നിൽ നിൽക്കുന്ന ഏറ്റവും വലിയൊരു പ്രതിസന്ധി, ഒരു വിഷമാവസ്ഥ. ഇതിന് എന്നൊരു പരിഹാരം ഉണ്ടാകും എന്നുള്ളതാണ് ഏറ്റവും കൂടുതലായി ഉയരുന്ന ഒരു ചോദ്യവും. ശരി രമ്യ.